സ്നേഹമുള്ളവരെ, നമ്മുടെ കല്ലിട തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുക്കർമ്മമായ റാസാ കുർബാനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ വിശുദ്ധ സ്തഫാനോസ് സഹദാ വഴിയായി കൂടുതൽ ദീപാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറ്റി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ റാസാ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുക ഫാദർ ജോർജ് കറുകപ്പറമ്പിലച്ഛനാണ്. അച്ഛൻ ചാരമംഗലം ഇടവകാംഗമാണ്. ഇപ്പോൾ മൈനർ സെമിനാരിയിലെ സ്പിരിച്വൽ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ റോമിലെ സെൻറ്റ് തോമസ് അക്യൂനാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതുപോലെ ജർമ്മനിയിൽ നിന്നും വിവിധങ്ങളായ വിഷയങ്ങളിൽ പ്രാബല്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇവിടെയുള്ള പ്രത്യേകിച്ച് വളരെ മേജർ സെമിനാരികളിലൊക്കെ ക്ലാസ്സുകളെടുക്കുന്നു. ഇപ്പോഴൊക്കെ പൂജൻ വിദ്യാഭവനിലും അതുപോലെ തന്നെ ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി കുന്നോത്തും അച്ഛൻ പ്രൊഫസറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മളുടെ ഈ ഒരു യോഗത്തിന് എല്ലാവരും ഇന്നിവിടെ ഒന്നിച്ചേർന്ന് റാസാ കുർബാന അർപ്പിച്ച് നമ്മുടെ ഇടവകയെ ധന്യമാക്കുന്ന ഈ പ്രിയപ്പെട്ട എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശ്വാസികൾ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീന ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ
പരിശുദ്ധൻ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. സ്വർഗ്ഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കും നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോലെ ഞങ്ങൾക്കുള്ള കടം സകലം ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് സ്വർഗഭാഗ്യം അനുഭവിക്കുന്ന വിശുദ്ധ എസ്തപ്പാനോസിനെ ഇന്ന് ഞങ്ങൾ അനുസ്മരിക്കുന്നു. വിശുദ്ധനെ പോലെ ജീവിതത്തിലും മരണത്തിലും കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തി സ്വർഗഭാഗ്യത്തിന് അർഹരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഓർമ്മ ദിനത്തിൽ മിശിഹായുടെ ദിവ്യരഹസ്യങ്ങളെ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. നീതിയെഴുന്നവരെ നിങ്ങൾ കർത്താവിൻ സ്തുതി പാടിടുവിൻ. നിർമ്മല മാനസരെ നിങ്ങൾ നാഥനെ വാഴ്ത്തുക ചിതമല്ലോ.
സ്തുതിച്ചിടാ കാക്ഷിച്ചിടും കർത്താവിൻ ഉന്നതി അവരുദ്ഘോഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെയും. മഹോന്നതനായ കർത്താവേ, അങ്ങയുടെ ഭയഭക്തിജനകമായ ന്യായാസനത്തിൻ്റെയും ഉന്നതമായ ത്രോണോസിൻ്റെയും അലങ്കൃതവും സ്തുത്യർഹവുമായ സിംഹാസനത്തിൻ്റെയും മുമ്പാകെ അങ്ങയുടെ ശുശ്രൂഷകരായ ക്രോവേന്മാർ ഇടവിടാതെ സ്തുതിക്കുകയും ശ്രാപ്പേന്മാർ പരിശുദ്ധനെന്ന് നിരന്തരം ഘോഷിക്കുകയും ചെയ്യുന്നു. അവരോട് ചേർന്ന് ഞങ്ങളും അങ്ങേക്ക് ഭയഭക്തികളോടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. നാഥനിലെന്നും നമ്മുടെ ഹൃദയം ആനന്ദിച്ചിടും. ശ്രീവാദങ്ങൾ എന്നും നന്മകൾ ഉറവിടമാ രക്ഷിതമായതു വഴിയായി മധ്യഗണം കർത്താവേ അതുവഴി നാം വിജയിച്ചിടട്ടെ. ശരണം ഞങ്ങൾ തേടിയിടുന്നു തിരുനാമത്തിൽ. ശ്രീവാദങ്ങൾ എന്നും നന്മകൾ തൻ ഉറവിടമാ രക്ഷിതമായതു വഴിയായി മധ്യഗണം കർത്താവേ കുരിശിതുയങ്ങൾ എന്നും ശക്തിയും കോട്ടയുമാ ദുഷ്ടനെയും തൻ കെണികളും അതുവഴി നാം വിജയിച്ചിടട്ടെ. താതനും അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കായി സ്തുതിയെന്നെന്നും രക്ഷകനാം മിശിഹായേ കനിവോടു നീ തിരുസഭയെ പാവനമാക്കണമേ നീ മഹിമയ്ക്കായി അർപ്പിതമാ ദേവാലയമിതിലങ്ങേ കാരുണ്യം ചൊരിയണമേ സുസ്ഥിരമാക്കണമിതിൽ വെളിനീടം തിരുമേയും നിലവുമിതിൽ പരികർമ്മം ചെയ്യുന്നു ആഘോഷമോടെ. മുതൽ എന്നേക്കും ആമേനാമേൻ. സ്തുതിപ്പോർക്കുലവിളിയും തേടുന്നു കണ്ണിലും. കരുണയുടെ ദൈവം ദാസനും
സുരക്ഷിതമാം കഴിവും തുണയുമിവർ യാചിക്കുന്നു. സർവ്വരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. ശ്രീവാ നമ്മൾ എന്നും നന്മകൾ തൻ ഉറവിടമാ. രക്ഷിതമായതു വഴിയായി അമർത്തിടണം കർത്താവേ. കുരിശിതു ഞങ്ങൾ എന്നും ശക്തിയും കോട്ടയുമാ. ദുഷ്മനെയും തൻ കെണികളും അതുവഴി നാം വിജയിച്ചിടട്ടെ. നാഥനിലെന്നും നമ്മുടെ ഹൃദയം ആനന്ദിച്ചിടും. ശ്രീവാ നമ്മൾ എന്നും നന്മകൾ തൻ ഉറവിടമാ. രക്ഷിതമായതു വഴിയായി അമർത്തിടണം കർത്താവേ. കുരിശിതു ഞങ്ങൾ എന്നും ശക്തിയും കോട്ടയുമാ. ദുഷ്മരെയും തൻ കെണികളും അതുവഴി നാം വിജയിച്ചിടട്ടെ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവം അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സർവേശാ പരിപാവനാ ബലവാനേ, പരിപാവനാ അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനാം സർവേശാ പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദിമുതൽ എന്നേക്കുമാമേ. പരിപാവനാ സർവേശാ പരിപാവനാ ബലവാനേ, പരിപാവനാ അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിട്ട് 2 വേലക്കാരെയും മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകം കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രാഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസ്ഹാക്കിൻ്റെ ചുമലിൽ വെച്ചു കൊടുത്തു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു. ഇസ്ഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു, പിതാവേ, എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസ്ഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. അവരൊന്നിച്ച് മുമ്പോട്ട് പോയി.
ദൈവമായ കർത്താവിനെ സ്തുതി. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 31-ാം അധ്യായം 1 തുടങ്ങി 9 വരെയുള്ള വാക്യങ്ങൾ. മാസ രാജാവായ ലമുവേലിൻ്റെ വാക്കുകൾ. ഇവ ഇങ്ങനെ അവൻ്റെ അമ്മ പഠിപ്പിച്ചതാണ്. ആറ്റുനോറ്റിരുന്ന് എൻ്റെ വയറ്റിൽ പിറന്ന മകനെ, എന്താണ് ഞാൻ നിന്നോട് പറയേണ്ടത്? നിൻ്റെ പൗരുഷവും കഴിവുകളും രാജാക്കന്മാരെ പാട്ടിലാക്കി നശിപ്പിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ദൂർത്തടിക്കരുത്. അല്ലയോ ലമുവേൽ, വീഞ്ഞ് രാജാക്കന്മാർക്ക് ചേർന്നതല്ല. ലഹരിയ പാനീയങ്ങളിൽ ആസക്തി ഭരണാധിപന്മാർക്ക് ഉചിതമല്ല. മദ്യപിക്കുമ്പോൾ അവർ കൽപ്പനകൾ മറക്കുകയും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കുകയും ചെയ്യും. ലഹരിപാനീയം നാശത്തിൻ്റെ വക്കിലെത്തിയവനും വീഞ്ഞ് കഠിന ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുന്നവർക്കും കൊടുക്കുക. അവർ കുടിച്ച് ദാരിദ്ര്യവും ദുരിതവും വിസ്മരിക്കട്ടെ. മൂകരും അനാഥരുമായവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക. നീതിപൂർവം വിധിക്കാനും ദരിദ്രരുടെയും അഗതികളുടെയും അവകാശങ്ങൾ പരിഷ്കരിക്കാനും വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുക. ദൈവമായ കർത്താവിനെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സകലേശ്വരനാം ദൈവം ഭൂവിനുടയോ രാജമഹേശൻ തന്റെ സ്നേഹവിരുന്നിൻ ക്ഷണമുള്ളോരെ വരുവിൻ നിങ്ങൾ. പരിശോധിപ്പിൻ വേഗം സുവിശേഷത്തിൻ ദിവ്യപ്രഭയിൽ നിങ്ങൾ ശുചിയാക്കിയിടിൻ ഭൗതിക ചിന്ത സരണികളെല്ലാം.
ശുചിയാക്കിടുവിൻ ചേലിൽ ശിശുവിനു തുല്യം നിർമ്മലരായി തീരുക വീണ്ടും. ഇസ്രായേലിൻ തീഷ്ണൻ ചാവോലിനെയ നാഥൻ പരിചിൽ തേടി തിരുസഭ തന്നിൽ തീഷ്ണതയേറും മാതൃക നൽകാൻ. ശാവോലന്നാൾ യൂദൻ നിയമം ചാർത്തും തിരശീലകളാലന്തൻ മിശിഹ അവനിൽ തൻ നിയമത്താൽ കാഴ്ച പകർന്നു. ശ്രീഹന്മാർത്തൻ സാക്ഷ്യം എഴുതിയ കർത്ത നമ്മയുമിപ്പോൾ മോദാ ദൈവിക ദൗത്യം അറിയിപ്പതു നാം കേൾക്കുകയുക്തം. സഹോദരരെ, നടപടി പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. സ്തേഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. കിറേനക്കാരും അലക്സാണ്ട്രിയക്കാരും കിലീക്കിയയിലും ഏഷ്യയിലും നിന്നുള്ളവരും ഉൾപ്പെട്ടിരുന്നതും സ്വതന്ത്രന്മാരുടെ സിനഗോഗ് എന്നറിയപ്പെട്ടിരുന്നതുമായ സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് വാദപ്രതിവാദത്തിലേർപ്പെട്ടു. എന്നാൽ അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ രഹസ്യമായി പ്രേരിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ ചിലർ പറഞ്ഞു, അവൻ മോശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു. അവർ ജനങ്ങളെയും ജനപ്രമാണികളെയും നിയമജ്ഞരെയും ഇളക്കുകയും അവനെ ബന്ധിച്ച് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. കള്ളസാക്ഷികൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇവൻ ഈ വിശുദ്ധ സ്ഥലത്തിനും നിയമത്തിനുമെതിരായി സംസാരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. നസറായനായ യേശു ഈ സ്ഥലം നശിപ്പിക്കുകയും മോശ നമുക്ക് നൽകിയിട്ടുള്ള ആചാരങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പ്രസ്താവിക്കുന്നത് ഞങ്ങൾ കേട്ടു. സംഘത്തിലുണ്ടായിരുന്നവർ അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവിൻ്റെ സത്തയുടെ പ്രതിരൂപവും മഹത്വത്തിൻ്റെ പ്രകാശവുമായ മിശിഹായെ, ലോകത്തിൻ്റെ മനുഷ്യ ശരീരത്തോടെ പ്രത്യക്ഷപ്പെടുകയും ഞങ്ങളുടെ ഇരുളടഞ്ഞ ബുദ്ധിയെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് ഇപ്പോഴും ആരാധനയും സ്തുതിയും കൃതജ്ഞതയും ഞങ്ങളെ സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതിയും. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. എഴുതി നരകുല രക്ഷകനാ മിശിഹാരാജൻ തന്മൊഴികൾ, സുവിശേഷത്തിൻ തിരുഗ്രന്ഥം, പരിശുദ്ധാത്മനിവേശത്താൽ സഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി, ലൂക്കായി ഈജിപ്തിലെ സഭയിൽ, യോഹന്നാൻ എഫേസുസിൽ, നാഥ
ജനതതി ഈ ഗ്രന്ഥം ധ്യാനിപ്പൂ നിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. ദൈവമേ, അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റാൻ ഞാൻ ആഗ്രഹിച്ചു. സുവിശേഷത്തിൻ തിരുവെന്തം മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എഴുതി നരകുലരക്ഷകനാ മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താ യൂദയസഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാനെ എഫേസുസിൽ നാഥ ജനതതി ഈ ഗ്രന്ഥം ധ്യാനിപ്പൂ നിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. വിശ്വാസികളെ കേൾപ്പിൻ സൗഖ്യവുമുയരും പകരും മൊഴികൾ മോദാ ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴി നിങ്ങൾ ഭാഗ്യം നിറയും വലിയൊരു ജീവൻ നൽകും ഔഷധമല്ലോ. ജീവൻ നൽകാൻ പോരും ജീവവചനം കേൾക്കിലൊളിക്കും സാത്താൻ ബാധകളേതും ഭീതിയോടുടനെ ഒഴിവായിടും. സ്വർഗം പോകാത്തോരും വാതിലിലല്ലോ വഴിയുമിതല്ലോ നിത്യം ഈ വഴി പോയാൽ അപകടമെന്നി രാജ്യം നേടാം. മൃഗരീശം കേൾക്കിൽ ജീവൻ നേടും സ്വർഗം പോകും ചേ
പ്രഭവിതറിയിടും ദീപം ജീവൻ തന്നെ ഈ സദ്വചനം പാരിൽ വിധിയാണ് ഈ വചനം സുതരാം വെളിവാക്കുന്നു. വിത്തുവിതയ്ക്കും നാഥൻ തിരുവചനത്തിൻ വിത്തുവിതയ്ക്കാൻ വന്നു. വയലിനു പകരം ഹൃദയനിലങ്ങൾ നൽകുക നിങ്ങൾ. നാഥൻ മൊഴിയും നാദം ഭാഗ്യവും ഉയരും കരുണയും ഉലകിൽ തോന്നും. ശരണം മനുഷ്യൻ കൃപയുമിതേയും മനുഷ്യനുമോദാ. രോഗം സദയം നീക്കി മൃതരിൽ ജീവൻ പുനരവനേകി മോദാ. തിരുവുത്ഥാനം ചെയ്തൊരു നാഥൻ സ്വർഗം പോകി. ശിഷ്യർക്കേകി ശിക്ഷണമേകി ചേരി ശിക്ഷണമേക സദയമയച്ചു ദിശകളിലെല്ലാം. സുവിശേഷകനാമത്താൽ അനുഭവമധുര വിവരിക്കുന്നു കേൾക്കാം. ചെവിയുള്ളവനോ കേട്ടു ഫലങ്ങൾ നൽകിയിടട്ടെ. ഉറങ്ങുന്ന പരിസര സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ.
അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതിയുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലരാകേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളെല്ലാം നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവായിരിക്കും സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രതീക്ഷയോ ആനന്ദ ചിത്തരായി സർവേശ കാരുണ്യം പ്രാർത്ഥിച്ചിടാം. ദൈവമേ പ്രാർത്ഥന കേട്ടുകനിയണേ. സ്വർഗീയ ഗാനങ്ങൾ നൽകിയിടണേ. ഐക്യവും ശാന്തിയും നൽകി സഭാകാളി ക്രിസ്തീയ ചൈതന്യം തൂകിടണേ. ദൈവമേ പ്രാർത്ഥന കേട്ടുകനിയണേ. സ്വർഗീയ ഗാനങ്ങൾ നൽകിയിടണേ. ദാരിദ്ര്യ ദുഃഖമകറ്റിയവനെ സമ്പൽ സമൃദ്ധമായി പാലിക്കണേ. ദൈവമേ പ്രാർത്ഥന കേട്ടുകനിയണേ. സ്വർഗീയ ഗാനങ്ങൾ നൽകിയിടണേ. തീരും നിരാശയും പ്രത്യാശയെ കണി പാപിക ആശ്രയം നൽകിടണേ. ദൈവമേ പ്രാർത്ഥന കേട്ടുകനിയണേ. സ്വർഗീയ ഗാനങ്ങൾ നൽകിയിടണേ. നേടുറ്റ നീതിയും നിർമ്മാല്യ സ്നേഹവും മാനവരാശിയിൽ പൂവിടട്ടെ. ദൈവമേ പ്രാർത്ഥന കേട്ടുകനിയണേ. സ്വർഗീയ ഗാനങ്ങൾ നൽകിയിടണേ. കർത്താവായ ദൈവമേ, നിന്നെ അനുകരിച്ച വിശുദ്ധ എസ്തപ്പാനെ അനുസ്മരിക്കുന്ന ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നിനക്ക് നിർഭയം സാക്ഷ്യം വഹിച്ച് കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിൽ സകല വിശുദ്ധരോടും ചേർന്ന് നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ.
കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവ സ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത അങ്ങയുടെ ഈ പ്രിയപ്പെട്ട ജനത്തിൻ്റെ മേലും ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. നിന്നുടെ വൈദികരണിയും നീതി നിൻ വിശുദ്ധർ മഹിമാവും പാവനമാവലിയുടെ വന്നേ ഈ വൈദികൻ സ്വർഗ്ഗത്തേക്കു കരങ്ങളുയർത്തിയവൻ റൂഹായേ പ്രാർത്ഥനയോടെ ക്ഷണിക്കൂ സ്വർഗ്ഗത്തിൽ നിന്നുമിതാ പാവനമാക്കുകയാണി യാഗത്തിൻ തൻ സോണിതവും കൂടാരത്തിൽ ചെന്നെത്തിയിട അവനെ വണങ്ങിയിട പാവനമാവലിയുടെ വന്നേ ഈ വൈദികൻ സ്വർഗ്ഗത്തേക്കു കരങ്ങളുയർത്തിയവൻ റൂഹായേ പ്രാർത്ഥനയോടെ ക്ഷണിക്കൂ സ്വർഗ്ഗത്തിൽ നിന്നുമിതാ റൂഹാ വന്നു വസിച്ചു വിശിഹാതൻ തിരുരാത്രം പാവനമാക്കുകയാണി യാഗത്തിൻ തൻ സോണിതവും താതനും അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നെന്നും പാവനമാവലിയുടെ വന്നേ ഈ വൈദികൻ സ്വർഗ്ഗത്തേക്കു കരങ്ങളുയർത്തിയവൻ റൂഹായേ പ്രാർത്ഥനയോടെ ക്ഷണിക്കൂ സ്വർഗ്ഗത്തിൽ നിന്നുമിതാ റൂഹാ വന്നു വസിച്ചു വിശിഹാതൻ തിരുരാത്രം പാവനമാക്കുകയാണി യാഗത്തിൻ തൻ സോണിതവും
ആദിമുതൽക്കേ എന്നേക്കും ആമേനാമേൻ. പാവനമാമണി വീടേ വന്നേ ഈ വൈദികൻ സ്വർഗ്ഗത്തേക്കു കരങ്ങളുയർത്തിയവൻ റൂഹായേ പ്രാർത്ഥനയോടെ ക്ഷണിപ്പു സ്വർഗ്ഗത്തിൽ നിന്നുമിതാ റൂഹാ വന്നു വസിച്ചു മിശിഹാതൻ തിരുരാത്രം പാവനമാക്കുകയാണി യാഗത്തിൻ തൻ സോണിതവും ഇന്നും എന്നും എന്നേക്കും കർത്താവാം മിശിഹായേ. നിൻ കാരുണ്യമതിൻ വലതുകരം നീട്ടണമേ. നിന്ന ജഗണമാമിവരിൽ ആശിസ്സുകൾ ലേകിടാൻ. നിൻ കാരുണ്യമനന്തം കർത്താവേ ഞങ്ങളെ നീ ദുഷ്ടാത്മാവിൻ കൈകളിലൊരു നാളും ഏൽപ്പിക്കരുതേ. മയനാം കർത്താവേ ശിഷ്യഗണത്തിനു നൽകിയതാ വാഗ്ദാനം നീ കരുണയോടെ ഞങ്ങൾക്കും നൽകിയിടണമേ. കണ്ടാലും ഞാനെന്നാളും ലോകാന്ത്യം വരെ എന്നെന്നും നിങ്ങളോടൊത്തു വസിച്ചിടും നിങ്ങളോടൊത്തു വസിച്ചിടും. കർത്താവേ നീ എന്നാളും ശ്രീഹരോടൊത്തു വസിച്ചതുപോ ഞങ്ങളോടൊത്തു വസിക്കണമേ. നിൻ കൃപയെന്നും ചിന്തണമേ. കണ്ടാലും ഞാനെന്നാളും ലോകാന്ത്യം വരെ എന്നെന്നും നിങ്ങളോടൊത്തു വസിച്ചിടും നിങ്ങളോടൊത്തു വസിച്ചിടും. കർത്താവേ നീ എന്നാളും ശ്രീഹരോടൊത്തു വസിച്ചതുപോ ഞങ്ങളോടൊത്തു വസിക്കണമേ. നിൻ കൃപയെന്നും ചിന്തണമേ. കണ്ടാലും ഞാനെന്നാളും ലോകാന്ത്യം വരെ എന്നെന്നും നിങ്ങളോടൊത്തു വസിച്ചിടും നിങ്ങളോടൊത്തു വസിച്ചിടും.
സകലത്തിൻ്റെയും നാഥനായ ദൈവം നിങ്ങളുടെ ശുശ്രൂഷ സ്വീകരിക്കട്ടെ. സകലവിധ വരങ്ങൾ കൊണ്ട് അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കണേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാതിരേകത്താൽ നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. Musambaro sabres du Maria, Musambaro sabres du Maria, Pagre del Siha Vaduve Tira Alvadu Behakudsa Budihal Sava അതുപോലാത്മജനം ദിവ്യരൂഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമോത്തിടാ പാവനമീ ബലിയിൽ ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്തിതരായിടുവാ സർവശക്തനാം ഏകദൈവമേ വിശ്വസനീയവും
മർത്യരാം ഞങ്ങളങ്ങയിൽ ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്തനാമേക ദൈവമേ വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ സർവസൃഷ്ടിജാലവും തീർത്ഥദൈവമാ സത്യദാതനം നിന്നാദിജാതനാ സൃഷ്ടിയെല്ലാം ഈശ്വരദേവൻ വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ ദൈവസൂനു ദൈവമാണേക സത്തയിൽ ലോക സൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മർത്യരൂപമാത്മികേ കന്യകാത്മജൻ പീഡായോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ സർവ്വത്തിനെയും നാഥനായ ദൈവം തന്റെ വിശ്വം നിറവേറ്റാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കൃപാനെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സ്മരിതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരൻ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ.
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെയും കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചപേക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴിയും സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തിയും വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയും നിശബ്ദരായും ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെയും നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെയും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. വംശമഹേൻ ലാസ്തൻ വാ കാ
കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസരവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. Ishos kallegamali daude kiasavu kandisasa vari mainavu lesmayalava sedabui meshbekau baraka vatsav yella salmidavu vemma ana isavu pagaradi dekala paikon meshshele sukana degatage sawa kol menne kol ho Saudi Ubaraka Uya Willak one Vemma Ana Isau the Madi Dedia Seke the Tadaglap Sangie Meshkashele Sukana the Gatahe Sau Vestau Mene Kolko Mesken sina ton beseviave della dukran hade daude കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം എത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമാനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനും പിതാവുമായ മാർ മാത്യു മെത്രാപ്പോലീത്തായ്ക്കും മറ്റെല്ലാ മെത്രാന്മാർക്കും പുരോഹിതന്മാരും ശംശാനമാർ സമർപ്പിതർ ആത്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിച്ച് നിൽക്കുന്ന അങ്ങയുടെ ഈ പ്രിയപ്പെട്ട ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷക്തൻ്റെ ശരീര രക്തം ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങൾ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ ഇടത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ
സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസന്മാരുടെ കൃപാനിൽ അവിടെ നിന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനെയും സ്മിയാവകമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കണം. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നേണമേ. എനിക്കറിയാവുന്ന അറിഞ്ഞുകൂടാത്ത എൻ്റെ പാവനെ അന്വേഷിക്കുന്ന കർത്താവാദ്യമേ, അങ്ങയുടെ അർത്ഥാര്യങ്ങൾക്ക് നിശുശ്രൂഷ അങ്ങ് സൂന്തപുരിതരാക്കണമേ. ഞങ്ങളുടെ കർത്താവാദ്യമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷ നിൽക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട ജനത്തെ അങ്ങ് സൂന്തപുരിതരാക്കണമേ. ഞങ്ങളുടെ കർത്താവാദ്യമേ, അങ്ങയുടെ സിംഹാസനമായ ബലിപീഠത്തെയും പാപമോചകമായ ഈ തിരുശരീര രക്തങ്ങളെയും അങ്ങ് സൂന്തപുരിതരാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഈശോമിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെയും അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെയും നമുക്കെല്ലാവർക്കും ഭക്തിയാചരണയോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെയും അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ,
മാറ്റാം ഭിന്നത നീക്കിടാം മനസാക്ഷി മലമാക്കിടാം ഭക്തിയുടങ്ങി കൈക്കൊണ്ടീടാ റൂഹായ നിർമ്മലരായി തീരാ രക്ഷയ്ക്കും കാരണമാക്കണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശക്തനായ സർവേശ്വര, നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലോട്ടേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. വിശുദ്ധ സ്വീകരണത്തിൻ്റെ സമയമാണ്. പള്ളിക്കകത്ത് 5 സ്ഥലങ്ങളിൽ 6 സ്ഥലങ്ങളിൽ വിശുദ്ധ കൊടുക്കുന്നുണ്ട്. 6 ലൈനായിട്ട് നിന്നാൽ മതി, അച്ഛന്മാർ ഒന്നോളും. ബാൽക്കണിയിൽ ഒരാളുണ്ട്, മോണറത്തിൽ 2 അച്ഛന്മാരുണ്ടാകും, പന്തലിൽ അതുപോലെ പള്ളിമുറിയുടെ സൈഡിലായിട്ട് സിസ്റ്റേഴ്സ് 3 പേര് പോകുന്നുണ്ട്, പിന്നെ മാവിൻ്റെ ഭാഗത്ത് 2 പേര്. അങ്ങനെ 14 സ്ഥലങ്ങളിൽ വിശുദ്ധ കുർബാന കൊടുക്കുന്നുണ്ട്. തിക്കും തിരക്കും വെക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും വിശുദ്ധ കുർബാന ലഭിക്കുന്നതാണ് എന്ന കാര്യം കൂടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു.
ദിവ്യസക്കാരിയിൽ വന്നു വാണിടുമെൻ ജീവന്റെ ഭോജനമേ. ദിവ്യസക്കാരിയിൽ വന്നു വാണിടുമെൻ ജീവന്റെ ഭോജനമേ. ഓരോ നിമിഷവുമേ ഹൃദയം കൊതിക്കുന്നു നാഥാ നീ എന്നിൽ വന്നിടുവാൻ. ഓരോ നിമിഷവും ഹൃദയം കൊതിക്കുന്നു നാഥാ നീ എന്നിൽ വന്നിടുവാൻ. ആശയോടെ കാത്തിരിക്കുന്നേ സ്നേഹത്തോടെ ഉള്ളിൽ വരണേ. ആശയോടെ കാത്തിരിക്കുന്നേ സ്നേഹത്തോടെ ഉള്ളിൽ വരണേ. ദിവ്യകുമാരയായി ദിവ്യകുമാശയായി എന്നാവിരവിടണേ. ദിവ്യകുമാരയായി ദിവ്യകുമാശയായി എന്നാവിരവിടണേ. തിരുവോസ്തിയിൽ കണ്ടു ഞാൻ കാരുണ്യരൂപം. തിരുച്ചോലയിൽ കണ്ടു ഞാൻ സ്നേഹത്തിൻ ആഴം. തിരുവോസ്തിയിൽ കണ്ടു ഞാൻ കാരുണ്യരൂപം. തിരുച്ചോലയിൽ കണ്ടു ഞാൻ സ്നേഹത്തിൻ ആഴം. ആ ദേഹം മുറിച്ചതും ചോര ചിന്തിയതും ഇന്നു ഞാൻ കാണുന്നു വിശുദ്ധമാം ബലിയെ. ആദേഹം മുറിച്ചതും ചോര ചിന്തിയതും ഇന്നു ഞാൻ കാണുന്നു വിശുദ്ധമാം ബലിയെ. ആശയോടെ കാത്തിരിക്കുന്നേ സ്നേഹത്തോടെ ഉള്ളിൽ വരണേ. ആശയോടെ കാത്തിരിക്കുന്നേ സ്നേഹത്തോടെ ഉള്ളിൽ വരണേ. ദിവ്യകുമാരയായി ദിവ്യകുമാശയായി എന്നാവിരവിടണേ. ദിവ്യകുമാരയായി ദിവ്യകുമാശയായി എന്നാവിരവിടണേ. ബലിവേദിയിൽ നീ എനിക്കായി ജീവൻ നൽകുമ്പോൾ കുഞ്ഞാടായി സ്വയമേ തന്നെ ബലിയായി തീരുമ്പോൾ ബലിവേദിയിൽ നീ എനിക്കായി ജീവൻ തരുമ്പോൾ
സ്നേഹത്തിൻ വിരുന്നിനിക്കായി വിളമ്പി നൽകുമ്പോൾ ഇന്നതിൽ കാണുന്നു നിൻ സ്നേഹത്തിൻ രൂപം. ദിവ്യസത്താരിയിൽ വന്നു വാണിടും ജീവന്റെ ഭോജനമേ. ഓരോ നിമിഷവും ഹൃദയം കൊതിക്കുന്നു നാഥാ നീ എന്നിൽ വന്നിടുവാൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായികവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സർവശക്തന് നിത്യവും ജീവിക്കുന്നവനുമായ ദൈവമേ, വിശുദ്ധരിൽ അങ്ങയുടെ കൃപാവരത്തിൻ്റെ വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നു. കർത്താവീശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങളാൽ ഞങ്ങളെ ധന്യരാക്കി അങ്ങയുടെ കാരുണ്യാതിരേകത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ സ്വർഗത്തിൽ വിശുദ്ധരുടെ ഗണത്തിൽ പങ്കുചേർന്ന് നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, നിന്റെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേർന്ന സകല വിശുദ്ധരോടും കൂടെ സഭയിൽ നിന്നെ പ്രകീർത്തിക്കാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ അനന്തമായ സ്നേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ എന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദൈവപിതാവോദൻ സൂനുവാ പാവനാത്മാവിൻ്റെ ദാനങ്ങൾ കാരുണ്യമാർന്നേകി മാനവ കൈവരിക്കാൻ സ്വർഗജീവിതം. അക്ഷയ ഭാഗ്യത്തിൽ ചേരുവാ ആത്മാവിൻ ശാന്തി തളിർക്കുവാ നിത്യമനോഹര നാഗത്തിൽ നിസ്തുല സൗഭാഗ്യം തന്നിതാ. നവ്യമാമി ജീവൻ പകർന്നിടും സന്ദേശമെന്നെന്നു മോർത്തിടാ. ദിവ്യ ശരീരവും രക്തവും സ്വീകരിക്കുന്നവർ ജീവിക്കും. അന്ത്യദിനത്തിൻ്റെ ശാന്തിയിൽ ശിക്ഷാവിധി കാണാതാദിനം ഉത്ഥാനമേകും ജ്ഞാനാമർത്യൻ നിത്യത പോകുവാനെന്നുമേ. ദിവ്യമാമി ബലി നൽകിടും നിത്യമകത്വത്തിൽ മുങ്ങുവാ. ദൈവിക ദാനങ്ങൾ നിങ്ങളിൽ
പൂർണ്ണപ്രഭാരശ്മി തൂകട്ടെ. കുരിശാലെ മുദ്രിതരായി നിങ്ങൾ സർവവിപത്തും അകന്നീനെ സംരക്ഷ പുൽകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധമായ ഈ ഭവനത്തിൽ ഈ പരിശുദ്ധ ബലി അർപ്പിക്കാൻ അവസരം നൽകിയ ബഹുമാനപ്പെട്ട വികാരിച്ചോടും പള്ളിയിലെ എല്ലാ അധികാരികളോടും ഹൃദയംഗമമായ നന്ദി. എല്ലാവർക്കും കല്ലിട്ട് തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു.